ക്രൂശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി, മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ലൂക്കോസ് 17:3. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക. പ്രിയമുള്ളവരെ, ക്ഷമ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഇത് ദൈവത്തിന്റെ മാർഗമാണ്. നമ്മോട് എത്രയോ തവണ ദൈവം ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണ്ടേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഈ ക്ഷമയുടെ ശക്തി നിറയ്ക്കട്ടെ. ക്ഷമിക്കുന്നവർ സ്വതന്ത്രരാകുകയാ, ക്ഷമിക്കുന്നവർ സ്നേഹത്തിൽ വളരുകയാ. ക്ഷമിക്കാം. ദൈവത്തിന്റെ ആ സ്വഭാവം നമ്മിൽ വളരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ നേർവഴിക്ക് നടത്തുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമപ്പ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.